വെൽക്കം ടു ഹോംലി ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കാണാൻ പോകുന്നത് ഒരു പാൽ കോവയുടെ റെസിപ്പിയാണ്. അപ്പോൾ പാൽ കോവയെന്നോ മാവയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. യൂഷ്വലി ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കൂടുതൽ സ്വീറ്റ്സിലും ഡെസേർട്ടിലും ഒക്കെ ചേർക്കുന്ന ഒരു സാധനമാണ്. സാധാരണയായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ട് പാലും കൊണ്ടാണ് നമ്മളിവിടെ ഇത് സാധാരണയായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പാൽപ്പൊടി കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് പാൽ കോവയോ അല്ലെങ്കിൽ മാവ എന്ന് വേണമെങ്കിലും പറയാം, നമ്മളത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പം കോവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരമായിട്ട് അൺസോൾട്ടഡ് ബട്ടർ വേണമെങ്കിലും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഫുൾ ഫാറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പാൽക്കോവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു കട്ടകളും ലംസും ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റേജ് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ നമുക്ക് എല്ലാ മിൽക്ക് പൗഡറും ഇതുപോലെ ഇച്ചിരി വെച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ലം ഫ്രീ ആയിട്ട് നന്നായിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ നമുക്കൊന്ന് ഇതിനകത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മുഴുവൻ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് കട്ടകളില്ലാതെ ഈ സൈഡുകളിൽ നിന്നെല്ലാം ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ബേൺ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 5 to 7 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മിൽക്ക് പൗഡർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നായിട്ട് തന്നെ ഈ മിൽക്ക് കോവ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ലപോലെ സൈഡുകളിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 1-2 മിനിറ്റ് കൂടെ ഇളക്കേണ്ടി വരും. ഇപ്പോഴും കണ്ടോ, ഈ പാൻ്റെ സൈഡിൽ കുറച്ച് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് വിട്ട് വരുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കോവ ഈ കറക്റ്റ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന പാൽ കോവ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റമാണിത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പാൽക്കോവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാൽക്കോവ ഇത് നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഒരു 10-12 ദിവസം വരെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഡെസേർട്ട്സോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്വീറ്റ്സോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആവശ്യമുള്ളപ്പോൾ അതിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്താലും മതിയാവും. അപ്പം ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള സ്വീറ്റ്സോ ഡെസേർട്ടോ ഒക്കെ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.